അരുൺ, ഈ സസ്പെൻസിന് ഒരു അവസാനമാകുന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ശേഷിക്കുന്നത് പ്രഖ്യാപനം എന്ന സൂചന മാത്രമല്ലേ? പ്രഖ്യാപനമാണ്. പക്ഷേ അത് ഏത് പേരാണ്, അല്ലെങ്കിൽ അത് ഒരു പേര് പ്രഖ്യാപിക്കുമ്പോൾ മറ്റു രണ്ട് നേതാക്കളും എങ്ങനെ അതിനെ സ്വീകരിക്കുമെന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹത്തിന്റെ ക്യാമ്പ് വളരെ സജീവമായിട്ടുള്ള പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു. അദ്ദേഹം കുടുംബത്തോടൊപ്പമാണ് ഇന്ന് ദേശത്തെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കന്റോൺമെന്റ് ഹൗസിലേക്ക് തിരിച്ചിട്ടുള്ളത്. അതും ഒരു പോസിറ്റീവ് സൈനായാണ് വി.ഡി. സതീശൻ ക്യാമ്പ് കാണുന്നത്. പക്ഷേ ഒരു കാരണവശാലും ആ തീരുമാനമുണ്ടാകില്ല. നിയമസഭാ കക്ഷിയിലെ പിന്തുണ, ഏറ്റവും അധികം എം.എൽ.എമാരുടെ പിന്തുണ, ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ കൂടുതൽ പേർ പിന്തുണച്ചത്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്, ഇതൊക്കെ കൊണ്ട് കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതുന്നവരാണ് UDF കെ.സി. വേണുഗോപാൽ ക്യാമ്പ്. അദ്ദേഹം തന്നെ വരും. ഇപ്പോഴത്തെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി അയക്കുമെന്ന പ്രചരണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് കെ.സി. ക്യാമ്പ്. രമേശ് ചെന്നിത്തലയും പ്രതീക്ഷ പൂർണ്ണമായും കൈവിട്ടിട്ടില്ല. വലിയൊരു തർക്കം വരികയോ അല്ലെങ്കിൽ വി.ഡി. സതീശനെ ആക്കണമെന്ന കടും നിലപാടിലേക്ക് ഹൈക്കമാൻഡ് മാറുകയോ ചെയ്താൽ അവിടെ ഒരു സമവായ സ്ഥാനാർത്ഥിയെ കെ.സി. വേണുഗോപാൽ പോലും ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ പേര് നിർദ്ദേശിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ചെന്നിത്തല ക്യാമ്പിനുമുണ്ട്. അങ്ങനെ തീർത്തും അനിശ്ചിതത്വം. ഒരു കാലത്തും സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള, കോൺഗ്രസിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പൂർണ്ണമായും തീരുമാനം ആയി എന്ന് പറയാൻ കഴിയില്ല. എല്ലാം തീരുമാനവും ആയെന്ന് ജയറാം രമേശ് ഇന്നലെ പറയുമ്പോഴും അങ്ങനെയല്ല കാര്യങ്ങൾ. അങ്ങനെ തീരുമാനമായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മുഖ്യമന്ത്രിയാകാത്ത മറ്റു രണ്ട് നേതാക്കളെ സമാധാനിപ്പിക്കാൻ, അവരെ വിശ്വാസമെടുക്കാനുള്ള ഒരു നീക്കങ്ങൾ പൂർണ്ണമായും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് നിയമസഭാ കക്ഷിയോഗം, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയോഗം ഇന്ദിരാഭവനിൽ വിളിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് യോഗം വൈകും. കാരണം ദീപാദാസ് മുൻഷിയും 2 ACC നിരീക്ഷകരും 4 മണിയോടുകൂടി മാത്രമേ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുകയുള്ളൂ. 1 മണിക്കാണ് ACC ബുക്ക് ചെയ്ത ചാർട്ടേഡ് വിമാനം ഡൽഹിയിൽ നിന്ന് തിരിക്കുക. അത് 4 മണിയോടുകൂടി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യും. ACC നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും അതിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് കെ.സി. വേണുഗോപാൽ ആ വിമാനത്തിൽ ഉണ്ടാകുമോ എന്ന ആകാംക്ഷ വലിയ രീതിയിൽ ഇപ്പോൾ ഉയരുകയാണ്. കെ.സി. വന്നാൽ അത് മുഖ്യമന്ത്രിയാകാനാണോ, അല്ലെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ അതിന് പിന്തുണയുമായി ഐക്യദാർഢ്യമായാണോ കെ.സി. വരുന്നത്? ഏതായാലും കെ.സി. വേണുഗോപാലിനെ ഇവിടെ കൊണ്ടുവരുന്ന ശ്രമങ്ങൾ സജീവമായി തന്നെ ഹൈക്കമാൻഡ് നടത്തുന്നു എന്ന സൂചനയാണ് വരുന്നത്. 4 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ചാർട്ടേഡ് വിമാനം വളരെ നിർണായകമായി മാറുകയാണ്. ആരൊക്കെ ആ വിമാനത്തിൽ ഉണ്ടാകുമെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ പറന്നിറങ്ങുന്നതാണോ, അല്ലെങ്കിൽ അനുനയ നീക്കങ്ങളുടെ ഭാഗം അദ്ദേഹത്തെ കൂടി ഹൈക്കമാൻഡ് ചാർട്ടേഡ് വിമാനത്തിൽ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണെന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഗവർണറെ കാണാനുള്ള നീക്കം UDF നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് നേതൃത്വത്തിലാകും കോൺഗ്രസ് UDF നേതാക്കൾ ഗവർണറെ കാണുക. സാധാരണഗതിയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദവുമായി നിയമസഭാ കക്ഷിയുടെ നേതാവ്, അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, യുക്ത മുഖ്യമന്ത്രി വേണം ഗവർണറെ കാണേണ്ടത്. അങ്ങനെയെങ്കിൽ അതിനൊപ്പം ആരൊക്കെ പോകും? ആ സംഘത്തിൽ വി.ഡി. സതീശൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ ഉണ്ടാകുമോ, രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ? ഏതായാലും ഗവർണർ ഉച്ചയ്ക്ക് ശേഷം എപ്പോഴാണ് ലോക് ഭവനിൽ അവൈലബിൾ എന്ന കാര്യം ചോദിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇന്ന് പൂർണ്ണ സമയം അവിടെ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി വരുന്ന UDF സംഘത്തെ കാണാൻ തയ്യാറാണെന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട്. മറുഭാഗത്ത് സത്യപ്രതിജ്ഞയ്ക്കുള്ള ക്രമീകരണങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ഇന്നലെ പൊതുഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ലോക് ഭവനുമായി ബന്ധപ്പെട്ടു. നാളെ വേണമെങ്കിൽ നാളെ സത്യപ്രതിജ്ഞയ്ക്ക്, അതായത് വെള്ളിയാഴ്ചയെങ്കിൽ വെള്ളിയാഴ്ച സത്യപ്രതിജ്ഞ തയ്യാറാണ് എന്ന് GID അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞായറാഴ്ച സത്യപ്രതിജ്ഞ നടന്നേക്കാം. രാജ്ഭവനിലാകില്ല സത്യപ്രതിജ്ഞ. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് കൂറ്റൻ പന്തലൊരുങ്ങും. മലബാറിൽ നടക്കം നൂറുകണക്കിന്, ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. 100 ബസ്സുകൾ ഇതിനകം തന്നെ മുസ്ലിം ലീഗ് ബുക്ക് ചെയ്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ ദേശീയ തലത്തിലെ നേതാക്കളും ഒക്കെ സത്യപ്രതിജ്ഞയ്ക്കായി എത്തും. ഞായറാഴ്ച സത്യപ്രതിജ്ഞ എന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഏത് സമയവും മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 18-ാം തീയതി വരെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൽ ഉണ്ടാകും. 18 വരെ തിരുവനന്തപുരത്ത് ഉണ്ടാകും. 19 അദ്ദേഹം തൃശ്ശൂരിലായിരിക്കും. കേരളത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ശേഷം മാത്രമേ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക്
പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അവിടെ തമിഴ്നാട്ടിൽ സാവകാശം അദ്ദേഹം തേടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു മന്ത്രിസഭ ഒന്നാകെ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഘടകകക്ഷി നേതാക്കളും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പിന്നീട് രണ്ടാം ഘട്ട സത്യപ്രതിജ്ഞ കാര്യങ്ങൾ പോകാം. അതൊക്കെ കോൺഗ്രസിലെ UDF-ലെ ചർച്ചകളുടെ വേഗം അനുസരിച്ചിരിക്കും. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 4 മണിക്ക് ശേഷം മാത്രമേ നിയമസഭാ യോഗം ചേരാൻ ഇടയുള്ളൂ. അതിനുശേഷം അവിടെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കും. അതിന് കഴിഞ്ഞ ശേഷമാകും പിന്നീട് UDF നേതൃത്വം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രിക്കൊപ്പം കണ്ട് സർക്കാർ രൂപീകരണ അവകാശവാദം ഉന്നയിക്കുക, പിന്തുണാ കത്ത് കൈമാറുക. യെസ്, തീർച്ചയായും ഇനി ഇതാ സാങ്കേതികമായ നടപടിക്രമങ്ങളിലേക്ക് കൂടി കടക്കുന്നു കോൺഗ്രസ് എന്നതാണ്. അവിടെ സർക്കാർ രൂപീകരണ ആവശ്യം തീർച്ചയായും ഗവർണറെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഗവർണർ കൂടി അനുമതി നൽകി സർക്കാർ രൂപീകരിക്കേണ്ടതുണ്ട്. സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണത്. കാരണം 102 പേരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് UDF വിജയിച്ച് കയറിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.